ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ദില്ലിയിലെ മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് കേരളത്തിലെ BJP നേതാക്കൾ ദില്ലിയിലേക്ക് വരുന്നു. ഇതിനേക്കാൾ വലിയ ആഘോഷം ഇനി ദില്ലിയിലെ മലയാളികൾക്കില്ല. കാരണം ഇതൊരു ആഘോഷം തന്നെയാണ് അവർക്ക്. കാരണം ഈ നേതാക്കന്മാർ ദില്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. കാരണം അവിടെ എത്തിയിട്ട് അത്യാവശ്യം ഹിന്ദിയിലും മലയാളവും ഒക്കെ കൂട്ടി ഒരു കാച്ചുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ദൃശ്യങ്ങളിലൂടെയായിരിക്കും കാണുന്നതെങ്കിൽ അവിടെയുള്ള മലയാളികൾ ഇത് നേരിട്ട് കാണും. അപ്പോൾ ഹിന്ദിയിലെ വലിയ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്, മറ്റൊന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രന്, K സുരേന്ദ്രൻ എന്നീ 3 പ്രമുഖരെയാണ് ദില്ലിയിലെ മലയാളികളുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് BJP കയറ്റുമതി ചെയ്തിട്ടുള്ളത്. മലയാളികൾക്കിടയിൽ എങ്ങനെ വോട്ട് പിടിക്കും? അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം BJPയുടെ നേതാക്കന്മാർക്കിടയിലുണ്ട്. ശബരിമല വിഷയം തന്നെ, അയ്യപ്പ ശരണം, ഒന്നുമില്ല. ഇതങ്ങനെ ഒരു കാച്ചാൻ തന്നെയാണ് ഈ 3 പേരും ദില്ലിയിൽ എത്തിയിട്ടുള്ളത്. ശബരിമല വിഷയം പറഞ്ഞ് വോട്ട് പെട്ടിയിലാക്കി കൊടുത്ത് ദില്ലിയിലെ BJPയെ സേഫ് സോണിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പോലും കേരളത്തിലെ 3 പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ ദില്ലിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇനി എന്താണ് അവിടെ നടക്കുന്ന അവസ്ഥകൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയം ഉണ്ടായിരിക്കില്ല. കാരണം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളുകൾക്കുള്ള വകുപ്പുകളൊക്കെ ഇനി കടന്നു വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഈ പോയവരിൽ 3 പേരും ട്രോളുകൾക്ക് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ സമ്മാനിക്കുന്നവരാണ്. ശോഭാ സുരേന്ദ്രന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല. അത്യാവശ്യം എവിടെ പോയി കഴിഞ്ഞാലും ട്രോളന്മാർക്കുള്ള ഒരു വകുപ്പുകൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, കേരളത്തിൽ പറഞ്ഞതുപോലെ ദില്ലിയിലെ മലയാളികൾക്കിടയിൽ ശബരിമല വിഷയം ഏൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും വേണമെങ്കിൽ ഞങ്ങൾ തന്നെ നൽകാം. ഏൽക്കില്ല. കാരണം ദില്ലിയിലെ മലയാളികൾ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയത്തെ വരവേൽക്കുന്നവരാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ആം ആദ്മിയുടെ കടന്നുവരൽ തന്നെയാണ്. ആം ആദ്മിയുടെ കടന്നുവരലിൽ ദില്ലിയിലെ മലയാളി വോട്ടുകളും ആ കടന്നുവരലിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മാറ്റം ആഗ്രഹിച്ചവരാണ് അവർ. പക്ഷേ ആ മാറ്റം ശബരിമല വിഷയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട വസ്തുതയാണ്. അപ്പൊ കഠിന പ്രയത്നം നടത്താൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തീരുമാനിച്ചിട്ടുള്ളത്. നിരവധി യോഗങ്ങൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി കാത്തിരിക്കുകയാണ്, K സുരേന്ദ്രന് വേണ്ടി കാത്തിരിക്കുകയാണ്, സുരേഷ് ഗോപി ചേട്ടന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ യോഗങ്ങളെയൊക്കെ നമ്മൾ മലയാളികളും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഈ യോഗങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത മനസ്സിലാക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നുള്ളത്. ഒരു കാര്യം പറയാണ്, ദേശീയ നേതൃത്വത്തിന്റെ ചിന്താഗതി ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ കാലം ഇത്രയോളമായിട്ട് പോലും ഒരു സീറ്റ് പോലും BJPക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത അവസരത്തിൽ ഈ BJPയുടെ പ്രവർത്തനങ്ങളൊക്കെ ഡിഗ്രേഡിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഈ ഡിഗ്രേഡിൽ നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ പിടിച്ച് ദില്ലിയിൽ അങ്ങ് ഉഡാക്കി കളയാനുള്ള ഒരു തീരുമാനമാണ് ഏകദേശം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കാതെ പോകുന്ന ഒരു കാര്യമായി മാറിപ്പോകുന്നത്. ന്യൂസ് ഡെസ്ക്.